Hi students, നമ്മുടെ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ആൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ 6th മോഡ്യൂളിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ 5th മോഡ്യൂളിൽ ഫൈനൈറ്റ് എലമെൻറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ ടെക്നിക്കിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. ഈ ഫൈനൈറ്റ് എലമെൻറ്റ് മെത്തേഡിൽ കുറേ സ്റ്റെപ്സുകൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് അല്ലേ? അത് 3 ഫേസസ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രീ പ്രോസസ്സിംഗ് ഫേസ്, അനാലിസിസ് ഫേസ്, പോസ്റ്റ് പ്രോസസ്സിംഗ് ഫേസ്. നമുക്ക് ജസ്റ്റ് ഒരു ഓവർവ്യൂ നോക്കാം അല്ലേ? ഒരു സ്ട്രക്ചറൽ അനാലിസിസ് ആണെന്ന് വിചാരിക്കുക. നമ്മളൊരു സ്ട്രക്ചർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വളരെ ചെറിയ എലമെൻറ്റ്സ് ആയിട്ട് മുറിക്കുക ആണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ? ഈ വലിയ സ്ട്രക്ചർ ചെറിയ എലമെൻറ്റ്സ് ആയിട്ട് മുറിച്ചതിന് ശേഷം ഈ നോഡ്സും എലമെൻറ്റ്സും നമ്പർ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് വരുന്നത്. അപ്പം ഇത്രയാണ് നമ്മൾ പ്രീ പ്രോസസ്സിംഗ് ഫേസസിൽ വരുന്നത്. അനാലിസിസിലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. അനാലിസിസ് നമ്മളെങ്ങനെ തുടങ്ങുന്നത്? ഒരു ഇൻ്റർപൊളേഷൻ ഫംഗ്ഷൻ സെലക്ട് ചെയ്തിട്ടാണ്. അതിനുശേഷം നമ്മൾ മെറ്റീരിയൽ ബിഹേവിയർ ഡിഫൈൻ ചെയ്യും. അതിനുശേഷം ഓരോരോ എലമെൻറ്റിൻ്റെയും സ്റ്റിഫ്നെസ് മെട്രിക്സ് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കും, ഇക്വേഷൻസ് ആക്കി മാറ്റും. ഈ ഇക്വേഷൻസിനെ, ഈ എലമെൻ്റൽ ഇക്വേഷൻസ് എല്ലാം കൂടി അസംബിൾ ചെയ്തിട്ട് ഒരു ഗ്ലോബൽ ഇക്വേഷനാക്കി മാറ്റും. അതിനുശേഷം നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അൺനോൺ ഡിസ്പ്ലേസ്മെൻറ്റ്സ് കണ്ടുപിടിക്കും. അൺനോൺ ഡിസ്പ്ലേസ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അൺനോൺ പ്രൈമറി അൺനോൺസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് 1 ഡയമെൻഷനിലാണെങ്കിൽ നമ്മൾ അതിന് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അതിനുശേഷം നമ്മൾ കമ്പ്യൂട്ടേഷൻ ഓഫ് എലമെൻ്റൽ സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻസ് ചെയ്യും. സോ ഇത്രയാണ് നമ്മുടെ അനാലിസിസ് ഫേസിൽ വരുന്നത്. ദെൻ കംസ് പോസ്റ്റ് പ്രോസസ്സിംഗ് ഫേസ് വേർ വി വിൽ ഇൻ്റർപ്രറ്റ് ദ റിസൾട്ട്സ് അല്ലേ? ഇതിൽ നമ്മുടെ 6th മോഡ്യൂളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻ്റർപൊളേഷൻ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ടാണ്. സോ നമ്മൾ ഓൾറെഡി 5th മോഡ്യൂളിൽ പഠിച്ചതാണ് എന്താണ് ഇൻ്റർപൊളേഷൻ ഫംഗ്ഷൻ. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എല്ലാം സംസാരിച്ചതാണ്. എന്താണ് ഇൻ്റർപൊളേഷൻ ഫംഗ്ഷൻ, എല്ലാം ഈ 1 ഡയമെൻഷനിലായിട്ട് വരുന്നതിൻ്റെ ഇൻ്റർപൊളേഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്യുക, അതിൻ്റെ റിലേറ്റഡ് പ്രോബ്ലംസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് 5th മോഡ്യൂൾ. ജസ്റ്റ് ഒരു ഓവർവ്യൂ എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻ്റർപൊളേഷൻ ഫംഗ്ഷനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്തായിരുന്നു ഒരു ഇൻ്റർപൊളേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ്. സാധാരണ ഒരു ഫൈനൈറ്റ് എലമെൻറ്റ് മെത്തേഡിൽ നമ്മൾ നോഡൽ ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്സ് കണ്ടുപിടിക്കാം അല്ലേ? ഒരു എലമെൻറ്റിൽ ഏതൊരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഷേപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻ്റർപൊളേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ? ദ വാല്യൂസ് ഓഫ് ദ ഫീൽഡ് വേരിയബിൾ കമ്പ്യൂട്ടഡ് അറ്റ് ദ നോഡ്സ് ആർ യൂസ്ഡ് ടു അപ്രോക്സിമേറ്റ് ദ വാല്യൂസ് അറ്റ് നോൺ നോഡൽ പോയിൻറ്റ്സ്. അപ്പം നമ്മളൊരു 3 നോഡ് ട്രയാങ്കുലർ എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ 3 നോഡ്സ് ഉണ്ടാവുക അല്ലേ? നോഡൽ പോയിൻറ്റ്സ് ഉണ്ടാവുക. ഈ നോഡൽ പോയിൻറ്റ്സിലെ ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ നോഡൽ പോയിൻറ്റ്സിലെ ഫീൽഡ് വേരിയബിൾ അല്ലേ? ഇവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഫീൽഡ് വേരിയബിൾ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതാണെങ്കിൽ 3 നോഡൽ പോയിൻറ്റ്സിലെ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് അറിയായിരിക്കും. അപ്പോൾ നോൺ നോഡൽ പോയിൻറ്റ്സിൽ ഫീൽഡ് വേരിയബിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഇൻ്റർപൊളേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ അറ്റ് എനി പോയിൻ്റ് വിതിൻ ദ എലമെൻറ്റ് ദ ഫീൽഡ് വേരിയബിൾ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് വാല്യൂസ് അറ്റ് നോഡൽ പോയിൻറ്റ്സ് ഓഫ് ദ എലമെൻറ്റ് അല്ലേ? അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതേപോലെ എഴുതാൻ പറ്റും. phi of xy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n1 phi1 പ്ലസ് n2 phi2 പ്ലസ് n3 phi3 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. വേറെ phi1 phi2 phi3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂസ് ഓഫ് ദ ഫീൽഡ് വേരിയബിൾ അറ്റ് ദ നോഡ്സ്. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് നോഡ് 1 2 3, ഇൻ്റർപൊളേഷൻ ഫംഗ്ഷൻ n1 n2 n3 അല്ലേ? സോ ഫോർ എ 2 നോഡഡ് ബാർ എലമെൻറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് എനി പോയിൻറ്റ് വിതിൻ ദ എലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? u ഈസ് ഈക്വൽ ടു n1 u1 പ്ലസ് n2 u2. 2 നോഡഡ് ബാർ എലമെൻ്റ് ആണ്, 2 നോഡാണുള്ളത്. സോ n1 u1 പ്ലസ് n2 u2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇതിന് നമുക്ക് മെട്രിക്സ് ഫോമിലോട്ട് മാറ്റാനും പറ്റും അല്ലേ? സോ കുറേ ഷേപ്പ് ഫംഗ്ഷൻസിൽ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അതിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഷേപ്പ് ഫംഗ്ഷൻ ഹാസ് യൂണിറ്റ് വാല്യൂ അറ്റ് 1 നോഡൽ പോയിൻറ്റ് ആൻഡ് 0 വാല്യൂ അറ്റ് അതർ നോഡൽ പോയിൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, കൂടാതെ സം ഓഫ് ദ ഷേപ്പ് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു 1. അപ്പം ഇത്രയാണ് നമുക്ക് എന്ത് പറയാനുള്ളത്? ഷേപ്പ് ഫംഗ്ഷൻ്റെ ഇൻ്റർപൊളേഷൻ ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ ഒരു ഓവർവ്യൂ പറയാനുള്ളത്. ഓൾറെഡി നമ്മൾ ഇൻ്റർപൊളേഷൻ ഫംഗ്ഷൻ പഠിച്ചതാണ്.
നമ്മൾ സിക്സ്ത് മോഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത് 2-dimensional ഫൈനൈറ്റ് എലമെൻസിനെ പറ്റിയിട്ടാണ്. സോ ലെറ്റ്സ് സി 2-dimensional ഫൈനൈറ്റ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. 2-dimensional ഫൈനൈറ്റ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 അതിൽ കൂടുതലോ നോഡ്സ് ഉള്ള ഒരു സാധനത്തിനാണ് നമ്മൾ 2-dimensional എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം XY പ്ലെയിനിലാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുക. 2-dimensional പ്ലെയിൻ എന്ന് പറഞ്ഞാൽ XY പ്ലെയിനിലാണ് നമ്മൾ പറയുക. സോ ബേസിക് എലമെൻറ്റ്സ് എന്തൊക്കെയാണ് 2-dimensional ഫൈനൈറ്റ് എലമെൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്, ഓഫൺലി യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിൾ, റെക്റ്റാങ്കിൾ, പാരലലോഗ്രാം, ക്വാഡിലേറ്ററൽസ് എന്നതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പൊതുവെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള 2-dimensional എലമെൻറ്റ്സിനാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് വിച്ച് ഹാവ് കോർണർ നോഡ്സ് അല്ലേ, എല്ലാത്തിനും കോർണർ നോഡ്സ് ഉണ്ട്. ഒരു ക്വാഡിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഫോം ഓഫ് റെക്റ്റാങ്കിൾ ആൻഡ് പാരലോഗ്രാമാണ്. അസംബ്ലിങ് 2 or 4 ട്രയാങ്കുലർ എലമെൻറ്റ്സ്. ഇപ്പോൾ നമുക്ക് ക്വാഡിലേറ്ററിൽ നമുക്ക് മുറിക്കാൻ പറ്റും അല്ലേ, 2 or 3 എലമെൻറ്റ്സ് ആയിട്ട് 2 or 4 എലമെൻറ്റ്സ് ആയിട്ട് നമുക്ക് മുറിക്കാൻ പറ്റും. അങ്ങനെ ഒരു സ്പെഷ്യൽ ഫോമിനെയാണ് നമ്മൾ ക്വാഡിലേറ്ററൽ എന്ന് പറയുന്നത്. ഇത് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നതാണ് എഞ്ചിനീയറിംഗ് പ്രോബ്ലംസിൽ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നതാണ് ക്വാഡിലേറ്ററൽ എന്ന് പറയുന്ന സാധനം. ഓക്കെ, സോ the displacement and distributed body force values are functions of the position indicated by x എന്ന് പറയും. അപ്പോൾ നമ്മൾ ഒരു 2-dimensional കേസസിൽ പറയുന്നതാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ എന്ന് പറയുന്നത് u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ uv എന്നുള്ള രീതിയിൽ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. വേർ u and v are the x and y components of u respectively. ഓക്കെ, അതേപോലെ ബോഡി ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F is equal to Fx Fy എന്നുള്ള രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും മെട്രിക്സിൻ്റെ ഫോമിൽ. സെയിം വേ സ്ട്രെസ് സ്ട്രെയിൻ, സ്ട്രെസ് ഇൻ എക്സ് ഡയറക്ഷൻ വൈ ഡയറക്ഷൻ നോർമൽ സ്ട്രെസ്സാണ്, ഇൻക്ലൂഡിങ് ഷിയർ സ്ട്രെസ് ഒരു മെട്രിക്സ് ആവും. അതേപോലെ സ്ട്രെയിൻ്റെ ആണെങ്കിൽ നോർമൽ സ്ട്രെയിൻ ആൻഡ് ഷിയർ സ്ട്രെയിൻ, നോർമൽ സ്ട്രെയിൻ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും അത് ഒരു മെട്രിക്സ് ആയിട്ട് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമ്മൾ ഒരു 2-dimensional എലമെൻറ്റ്സ് എങ്ങനെയാണ് അതിൻ്റെ ബേസിക് ഫോർമുലാസ് എങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് പറയുന്നത്. നിങ്ങൾ ഓൾറെഡി AMSൽ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് പ്ലെയിൻ സ്ട്രെസ്, എന്താണ് പ്ലെയിൻ സ്ട്രെയിൻ. ഓക്കെ, പ്ലെയിൻ സ്ട്രെസ് അനാലിസിസ് ആൻഡ് പ്ലെയിൻ സ്ട്രെയിൻ അനാലിസിസ്. ഒരു പ്ലെയിൻ സ്ട്രെസ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് ഇൻ വിച്ച് നോർമൽ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ് directed perpendicular to the plane are assumed to be 0 അല്ലേ. ജനറലി ഒരു തിന്നായിട്ടുള്ള എലമെൻറ്റ് അല്ലെ, തിന്നായിട്ടുള്ള മെമ്പർ അതിൽ ലോഡ് XY പ്ലെയിനിൽ ആക്ട് ചെയ്യുന്നതാണ് നമ്മൾ ഒരു പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഒരു പ്ലേറ്റ്സ് വിത്ത് ഹോൾസ് ആൻഡ് പ്ലേറ്റ്സ് വിത്ത് ഫില്ലറ്റ്സ്, ഇതൊക്കെയാണ് നമ്മുടെ പ്ലെയിൻ സ്ട്രെസ് അനാലിസിസ് പ്രോബ്ലംസിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലെയിൻ സ്ട്രെസ് അനാലിസിസിൽ നോർമൽ സ്ട്രെസ് ഇൻ സെഡ് ഡയറക്ഷനിൽ, അതായത് സിഗ്മ സെഡ് എന്ന് പറഞ്ഞ സാധനം അല്ലേ 0 ആയിരിക്കും. ഷിയർ സ്ട്രെസ് ഈ സെഡ് പ്ലെയിനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് നമുക്ക് 0 ആയിട്ട് പറയാൻ പറ്റും. പ്ലെയിൻ സ്ട്രെയിൻ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് defined to be a state of strain in which strain normal to XY plane and shear strains are assumed to be 0. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡാംസ് ആൻഡ് പൈപ്സ് അല്ലെ, സബ്ജക്റ്റഡ് ടു ലോഡ് ദാറ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ് ഓവർ ദർ ലെങ്ത്സ്. അപ്പം ഈ ഡാംസ് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുന്നതാണെങ്കിൽ പ്ലെയിൻ സ്ട്രെയിൻ അനാലിസിസ് പ്രോബ്ലം ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അതിൽ നോർമൽ സ്ട്രെയിൻ ഇൻ സെഡ് ഡയറക്ഷൻ ഈക്വൽ ടു 0 ആൻഡ് ഷിയർ സ്ട്രെയിൻസ് റെസ്പെക്റ്റീവ്ലി ഇൻ സെഡ് പ്ലെയിൻ ഈക്വൽ ടു 0 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ 2 രീതിയിലുള്ള അനാലിസിസ് ആണ് പ്ലെയിൻ സ്ട്രെസ് അനാലിസിസ്, പ്ലെയിൻ സ്ട്രെയിൻ അനാലിസിസ് നമ്മൾ പറയുന്നത്. സോ പൊതുവേ നമ്മൾ ട്രയാങ്കുലാർ എലമെൻറ്റ്സ് ആണ് യൂസ് ചെയ്യുക എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ട്രയാങ്കുലാർ എലമെൻറ്റ്സിലോട്ട് വരാം. 2 രീതിയിൽ ട്രയാങ്കുലാർ എലമെൻറ്റ്സിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനാണ് പറയുന്നത്. കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാങ്കുലാർ എലമെൻറ്റും ലീനിയർ സ്ട്രെയിൻ ട്രയാങ്കുലാർ എലമെൻറ്റും. കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാങ്കുലാർ എലമെൻറ്റ് CST എലമെൻറ്റ് എന്ന് പറയും. ലീനിയർ സ്ട്രെയിൻ ട്രയാങ്കുലാർ എലമെൻറ്റ് LST എന്ന് പറയും. നമുക്ക് ഈ മോഡ്യൂളിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ളത്
സി എസ് ടീനെ പറ്റിയിട്ടാണ്, കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാങ്കുലർ എലമെൻറ്റിനെ പറ്റിയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, എന്നിരുന്നാലും നമുക്ക് കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാങ്കുലർ എലമെൻറ്റ്, അതായത് സി എസ് ടി എലമെൻറ്റും എൽ എസ് ടി എലമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാങ്കുലർ എലമെൻറ്റ്, സി എസ് ടി എലമെൻറ്റ്. എന്താണ് സി എസ് ടി എലമെൻറ്റ്? നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും. ഒരു ട്രയാങ്കുലർ ഞാൻ വരച്ചിട്ടുണ്ട്, 3 നോഡ് ഉണ്ട് അല്ലേ, 1 2 3 എന്ന് പറഞ്ഞിട്ട് നോഡ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് എ 3 നോഡഡ് ട്രയാങ്കുലർ എലമെൻറ്റ്. സി എസ് ടി എലമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 നോഡഡ് ട്രയാങ്കുലർ എലമെൻറ്റാണ്. അതിന് 6 അൺനോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് ആണ് ഉണ്ടാവുക. അതായത് U1 V1, U2 V2, U3 V3. ഞാനത് മാർക്ക് ചെയ്ത് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു എലമെൻറ്റിനെയാണ് നമ്മൾ സി എസ് ടി എലമെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹാസ് എ കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ത്രൂ ഔട്ട് ദ എലമെൻറ്റ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാങ്കുലർ എലമെൻറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി എൽ എസ് ടി കൺസിഡർ ചെയ്യുന്നതാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മളൊരു എൽ എസ് ടി എലമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് എ 6 നോഡഡ് ട്രയാങ്കുലർ എലമെൻറ്റ്. ഒരു എൽ എസ് ടി എലമെൻറ്റ് ഒരു 6 നോഡഡ് ട്രയാങ്കുലർ എലമെൻ്റ് ആണ്. അപ്പം 6 നോഡ്സ് 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ, കാണുമല്ലേ. അതിൽ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ടാവും? അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അൺനോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 12 എണ്ണം ഉണ്ടാവും. അതായത് U1 V1, U2 V2, U3 V3, U4 V4, U5 V5, U6 V6 എന്നുള്ള രീതിയിൽ 12 എണ്ണം ഉണ്ട്. അതിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, കാണുന്നില്ലേ. അപ്പം ഒരു ക്വാഡ്രാറ്റിക് ഡിസ്പ്ലേസ്മെൻറ്റ് ഫീൽഡ് വിതിൻ ദ എലമെൻറ്റ് ഈസ് അസ്യൂംഡ്. ഇതാണ് നമ്മുടെ എൽ എസ് ടി എലമെൻറ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പം സി എസ് ടി എലമെൻറ്റ് എൽ എസ് ടി എലമെൻറ്റ് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഒന്ന് 3 നോഡഡ് ട്രയാങ്കുലർ എലമെൻ്റ് ആണ്, ഒന്ന് 6 നോഡഡ് ട്രയാങ്കുലർ എലമെൻ്റ് ആണ്. ഒന്നിൽ 6 അൺനോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഉണ്ടാവുക, ഒന്നിൽ 12 അൺനോൺ ഡിഗ്രീസ് ഓഫ് ഫ്രീഡംസ് ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഇനി ഈ പറഞ്ഞ പോലെ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തതുപോലെ സി എസ് ടി എലമെൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഹൗ ടു ഫോർമുലേറ്റ് എ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഫോർ എ സി എസ് ടി എലമെൻറ്റ്, അതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ 1 ഡയമെൻഷണൽ പ്രോബ്ലം എങ്ങനെയാണോ മെൻഷൻ ചെയ്തത് അതുപോലെ തന്നെ ഒരു 2 ഡയമെൻഷണൽ പ്രോബ്ലം നമ്മൾ മെൻഷൻ ചെയ്യാൻ നിൽക്കുന്നതാണ്. ഓക്കെ, ഷേപ്പ് ഫംഗ്ഷൻ ഡെറിവേഷൻ ഫോർ സി എസ് ടി എലമെൻറ്റ്. അപ്പം നമ്മൾ ആദ്യം ഷേപ്പ് ഫംഗ്ഷൻ്റെ ഡെറിവേഷനാണ് നോക്കുക. ഒരു കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാങ്കുലർ എലമെൻറ്റ് കൺസിഡർ ചെയ്യുക വിത്ത് 3 നോഡ്സ് 1 2 and 3 അല്ലേ. ഇതാ ഞാനിവിടെ വരച്ചിട്ടുണ്ട് 1 2 and 3. അപ്പം ഒരു കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാങ്കുലർ എലമെൻ്റ് ആണെങ്കിൽ എത്ര അൺനോൺസ് ഉണ്ടാവുക? 6 അൺനോൺസ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ 6 ഡിസ്പ്ലേസ്മെൻറ്റ് U1 V1, U2 V2, U3 V3 ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനെ നമുക്ക് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഒരു മെട്രിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഇതേപോലെ എഴുതാൻ പറ്റും. U1 V1, U2 V2, U3 V3. ഓക്കെ, സിൻസ് ദ CST element has got 2 degrees of freedom at each node, the total degrees of freedom is 6 അല്ലേ. അതെ, ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ള. ഹെൻസ് it has 6 generalized coordinates. 6 generalized coordinates ഉണ്ടാവും. അതെ, നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ലെറ്റ് U is equal to A1 plus A2x plus A3y എന്ന് എഴുതാൻ പറ്റും. V is equal to A4 plus A5x plus A6y എന്ന് എഴുതാൻ പറ്റും. ഫോർ നോഡ് 1 2 and 3 നമുക്ക് U1 ഫസ്റ്റ് നോഡിൻ്റെത് A1 plus A2x1 plus A3y1. സെക്കൻഡ് U2 is equal to A1 plus A2x2 plus A3y2. U3ൻ്റെ നോഡിൻ്റെത് A1 plus A2x3 plus A3y3. ഇങ്ങനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ എഴുതുക എന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇതിനെ നമുക്ക് മെട്രിക്സ് ഫോമിലാക്കാൻ പറ്റുമല്ലോ. മെട്രിക്സ് ഫോമിലാക്കാൻ പറ്റും. അത് മെട്രിക്സ് ഫോമിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. മെട്രിക്സ് ഫോമിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഈ മെട്രിക്സ് ഫോമിനെ നമ്മൾ A1 A2 A3 കണ്ടുപിടിക്കണം. അപ്പോൾ റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? A1 A2 A3 മെട്രിക്സ് A1 A2 A3 is equal to മെട്രിക്സ്, ആ കാണുന്ന മെട്രിക്സ് 1x1 y1 1x2 y2 1x3 y3ൻ്റെ ഇൻവേഴ്സ് വരും അല്ലേ, ഇൻറ്റു മെട്രിക്സ് ഓഫ് U1 U2 U3. അപ്പം ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം.
സോ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് ആ ഇൻവേഴ്സ് മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്യും, ലെറ്റ് ഡി ഈസ് ഈക്വൽ ടു ആ മെട്രിക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതാം. അപ്പം ഡീൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ കോഫാക്ടർ ഓഫ് ദാറ്റ് മെട്രിക്സ് അല്ലേ ആദ്യം കണ്ടുപിടിക്കുക, അതിനെ ട്രാൻസ്പോസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് ദാറ്റ് മെട്രിക്സ് ഗിവ്സ് യു ദ ഇൻവേഴ്സ് മെട്രിക്സ്. നിങ്ങൾക്കിത് ഓൾറെഡി അറിയുന്നതാണ്. അപ്പം ഇത് നമ്മൾ ഇവിടെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യും, കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കും. അതായത് എലമെൻറ്റ്സ് കൺസിഡർ ചെയ്യുന്നതാണ് C11, C12, C13, C21, C22, C23, C31, C22, C32, C33. അങ്ങനെ എലമെൻറ്റ്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെയും കോഫാക്ടേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് അറിയാലോ, C11ൻ്റെ കോഫാക്ടർ കണ്ടുപിടിക്കാം. അതായത് C11ൻ്റെ കോഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കുക, 11 എന്ന് പറഞ്ഞാൽ C11 എന്ന് പറഞ്ഞ എലമെൻറ്റ് റോവും കോളവും നമ്മൾ ഹൈഡ് ചെയ്യും, എന്നിട്ട് ബാക്കിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കും. അപ്പം C11ൻ്റെത് പോസിറ്റീവാണ് അല്ലേ, അപ്പം പൊസിഷൻ പോസിറ്റീവാണ്. സോ C12ലോട്ട് വരുമ്പം അത് പൊസിഷൻ നെഗറ്റീവ് ആയതുകൊണ്ട് ഒരു നെഗറ്റീവും ഉണ്ടാകും. അതേ രീതിയിൽ C11, C12, C13, C21, C22, C23, C31, C32, C33 കണ്ടുപിടിക്കും. ഓക്കെ അല്ലേ? അപ്പം ഓരോന്നിൻ്റെയും വാല്യൂസ് നമുക്ക് കിട്ടും. അപ്പം ഇത് മൊത്തം നമ്മൾ മെട്രിക്സ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടി, കോഫാക്ടർ മെട്രിക്സ് കിട്ടി. അതായത് C ഈസ് ഈക്വൽ ടു ഈ കാണുന്നതാണ് നമ്മുടെ കോഫാക്ടർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കോഫാക്ടർ മെട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ട്രാൻസ്പോസ് ചെയ്യണം അല്ലേ. കോഫാക്ടർ മെട്രിക്സിനെ നമ്മൾ ട്രാൻസ്പോസ് ചെയ്യണം, CT. ഇനി ഡിറ്റർമിനൻ്റ് ഓഫ് ദ മെട്രിക്സ് അല്ലേ, ഡി എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്യും, ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ ഈ C ട്രാൻസ്പോസും നമ്മൾ എന്ത് ചെയ്യും, ആ ഇക്വേഷനിലോട്ട്, അതായത് D ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു C ട്രാൻസ്പോസ് മെട്രിക്സ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് D മെട്രിക്സ് അല്ലേ, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരും. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യും, റീഅറേഞ്ച് ചെയ്യുന്നുള്ള രീതിയിൽ, അതായത് D ഇൻവേഴ്സ് എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ എഴുതി. ഓക്കെ അല്ലേ? അപ്പം ഈ D ഇൻവേഴ്സിൻ്റെ വാല്യൂ നമുക്ക് എവിടെ കൊണ്ടിടാൻ പറ്റും, ഇതാ നമ്മൾ ഈ ഇക്വേഷൻ 1 എന്നുള്ള രീതിയിൽ അവിടെ ചെയ്യാൻ പറ്റും. അപ്പം A11, A12, A13 എന്നുള്ള മെട്രിക്സ് ഇസ് ഈക്വൽ ടു ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച D ഇൻവേഴ്സ് അല്ലേ, ആ ടോട്ടൽ ഇൻവേഴ്സ് മെട്രിക്സ് ഇൻറ്റു U1, U2, U3. ഇനി നമുക്ക് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ആസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ കോർഡിനേറ്റ്സ് ആൻഡ് നോഡ് നോഡ് 1 to 3 1 to 3 നോഡ്സിൻ്റെ, അതായത് ട്രയാങ്കിൾ ഉണ്ട്, നമ്മൾ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക, A is equal to half 1/2 into x2 y3 minus x3 y2 minus x1 into y3 minus y2 plus y1 into x3 minus x2. അങ്ങനെയാണ് നമുക്ക് ഏരിയ കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് 2A എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ ആ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം ഈ 2A എന്ന് പറഞ്ഞിട്ട് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്താ, ഈ 1 എന്ന് പറഞ്ഞതില്ലേ സെയിം ആയിരിക്കും അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് 2A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ വി വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ദ 2A വാല്യൂ. അപ്പോൾ 1/2A എന്നുള്ള രീതിയിൽ ചുരുങ്ങും ഇൻറ്റു ആ മെട്രിക്സ് അല്ലേ, മെട്രിക്സ് ഇൻറ്റു U1, U2, U3 മെട്രിക്സ്. ഇനി നമുക്ക് കാൽക്കുലേഷൻ സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ഈ മെട്രിക്സിനെ നമ്മൾ ഫസ്റ്റ് എലമെൻറ്റിന് P1, സെക്കൻഡ് എലമെൻറ്റിന് P2, തേർഡ് എലമെൻറ്റിന് P3 എന്നുള്ള രീതിയിൽ നമുക്ക് P1, P2, P3, Q1, Q2, Q3, R1, R2, R3 എന്നുള്ള രീതിയിൽ നമ്മൾ ജസ്റ്റ് നമ്പർ കൊടുക്കും. ഓക്കെ, മെൻഷൻ ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുമല്ലോ. അപ്പം വേർ P1 ഈസ് ഈക്വൽ ടു x2 y3 മൈനസ് x3 y2, P2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x3 y1 മൈനസ് x1 x3, P3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 y2 മൈനസ് x2 y1. കാണുന്നില്ലേ, മനസ്സിലാകുന്നില്ലേ? നേരെ മെട്രിക്സ് നോക്കിയാൽ മതി. ഓക്കെ, Q1 എന്ന് പറഞ്ഞാൽ y2 മൈനസ് y3, Q2 എന്ന് പറഞ്ഞാൽ y3 മൈനസ് y1, Q3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y1 മൈനസ് y2, R1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x3 മൈനസ് x2, R2 എന്ന് പറഞ്ഞാൽ x1 മൈനസ് x3, R3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x2 മൈനസ് x1. സോ നമ്മൾ ഇക്വേഷൻ ചുരുക്കും ഈ ഒരു രീതിയിൽ എഴുതിയിട്ട്. സോ ഓൾറെഡി വി നോ ദാറ്റ് U ഈസ് ഈക്വൽ ടു A1 പ്ലസ് A2x പ്ലസ് A3y അല്ലേ. അതിനെ നമുക്ക് മെട്രിക്സ് ഫോമിൽ എഴുതാമല്ലോ, എഴുതാം. അപ്പം ഈ
A1 A2 A3യിൽ നമ്മൾ ഈ ഇക്വേഷൻ 3 എന്ന് പറഞ്ഞ സാധനം ഇക്വേഷൻ 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ലൈക്ക് ദാറ്റ്. അതിൽ നിന്ന് 1/2a ഇൻറ്റു 1 ഇൻറ്റു മെട്രിക്സ് 1/2a ഇൻറ്റു ഒരു മെട്രിക്സ് 1xy ഇൻറ്റു ഒരു 3/3 മെട്രിക്സ് നമ്മൾ ഈ P1 P2 P3 എന്നുള്ള മെട്രിക്സ് ഇൻറ്റു U1 U2 U3ൻ്റെ മെട്രിക്സ് അല്ലേ. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഞാൻ റെഡിൽ മാർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ഒന്ന് 1x3 മെട്രിക്സ് ആണ്, ഒന്ന് 3x3 മെട്രിക്സ് ആണ്. സോ വി ക്യാൻ മൾട്ടിപ്ലൈ ദാറ്റ് ടു ഗെറ്റ് 1/3 മെട്രിക്സ് അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഉത്തരം കിട്ടും. ഓക്കെ, P1 പ്ലസ് Q1x പ്ലസ് R1y ഡിവൈഡഡ് ബൈ 2a എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റ്. അടുത്തത് P2 പ്ലസ് Q2x പ്ലസ് R2y ഡിവൈഡ് ബൈ 2a. മൂന്നാമത്തത് P3 പ്ലസ് Q3x പ്ലസ് R3y ഡിവൈഡ് ബൈ 2a. അപ്പം ഓൾറെഡി നമുക്ക് അറിയാം U is equal to N1 N2 N3 ഇൻറ്റു U1 U2 U3 എന്നുള്ള രീതിയിൽ മെട്രിക്സിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. ഇത് രണ്ടും കമ്പയർ ചെയ്ത് നമുക്ക് മനസ്സിലാവും N1 N2 N3 ഏതൊക്കെയാണെന്നല്ലേ, നമ്മൾ പണ്ട് ചെയ്ത അതേപോലെ തന്നെ. സോ N1 N2 N3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷനിൽ എഴുതാൻ പറ്റും. N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, P1 പ്ലസ് Q1x പ്ലസ് R1y ഡിവൈഡ് ബൈ 2a. N2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P2 പ്ലസ് Q2x പ്ലസ് R2y ഡിവൈഡ് ബൈ 2a. N3 എന്ന് പറഞ്ഞാൽ P3 പ്ലസ് Q3x പ്ലസ് R3y ഡിവൈഡ് ബൈ 2a. നോട്ട് ചെയ്യുക, P1 Q1 R1 എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ വെറും വേറെ വാല്യൂസ് ആണ്, ഓർമ്മ വേണം. എന്താ P1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലേ x2 y3 മൈനസ് x3 y2 എന്നുള്ള രീതിയിൽ ആ എല്ലാ P1 P2 P3 Q1 Q2 Q3 R1 R2 R3ക്ക് വാല്യൂസ് ഉണ്ട്. ഓക്കെ, ചുരുക്കത്തിൽ എഴുതിയത് മാത്രം. സോ അസംബ്ലിങ് ദ ഇക്വേഷൻ 5 and 6, ഈ 5ഉം 6ഉം നമുക്ക് അസംബിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, U is equal to അല്ലേ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 ഡയമെൻഷണൽ എലമെൻറ്റിന് ഷേപ്പ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഇൻ്റർപോളേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, U of xy V of xy എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഇസ് ഈക്വൽ ടു ദ മെട്രിക്സ് ഓഫ് അല്ലേ N1 0 N2 0 N3 0 0 N1 0 N2 0 N3 എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ഇൻറ്റു U1 V1 U2 V2 U3 V3 ഈ രീതിയിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് ഷേപ്പ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. ഷേപ്പ് ഫംഗ്ഷൻ ഡെറിവേഷൻ ഫോർ CST എലമെൻറ്റ്. ഒരു CST എലമെൻറ്റിൻ്റെ 2 ഡയമെൻഷണൽ എലമെൻറ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേഷനാണ് ഇത്. അപ്പം ഇത് എല്ലാവരും പഠിക്കണം. എന്തിനാണ് നമ്മൾ ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ ചെയ്തത്? നമുക്ക് ലാസ്റ്റ് എത്തേണ്ടത് ഒരു സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ ഇക്വേഷനാണ് അല്ലേ. സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഡിറൈവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമുക്ക് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് അറിയണം, സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് അറിയണം അല്ലേ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റിഫ്നെസ് മെട്രിക്സ് എഴുതാൻ പറ്റും. സോ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് ആണ്. സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എന്ത് വെച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ബി എന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അപ്പം സോ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ ഫോർ CST എലമെൻറ്റ് നമ്മൾ ഓൾറെഡി മേലെ എഴുതിയ സാധനം അല്ലേ. ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് എഴുതിയ സാധനം ഇക്വേഷനിൽ U is equal to V is equal to നമുക്ക് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. U is equal to N1 U1 plus N2 U2 plus N3 U3 എന്നും V is equal to N1 V1 plus N2 V2 plus N3 V3 എന്നും നമുക്ക് എഴുതാൻ പറ്റും. We know that the strain components for CST elements, strain components EX, EY, gamma, XY എന്നുള്ള രീതിയിൽ നമ്മൾ മെൻഷൻ ചെയ്യുമെന്ന് വിചാരിക്കാം. ഓക്കെ, സോ EX and EY is normal strain and gamma XY is the shear strain. ഓക്കെ അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ ഓരോ അതായത് നോർമൽ സ്ട്രെയിൻസ് ഇൻ X ഡയറക്ഷൻ, നോർമൽ സ്ട്രെയിൻ ഇൻ Y ഡയറക്ഷൻ, പിന്നെ ഷിയർ സ്ട്രെയിനും നമ്മൾ കണ്ടുപിടിക്കും. നോർമൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ EX എന്ന് പറഞ്ഞ സാധനം മെൻഷൻ ചെയ്താൽ നമുക്കെന്താ ∂U/∂x ആണ് അല്ലേ. ∂U/∂x ആണ്. U നമുക്ക് ഓൾറെഡി അറിയാം, N1 U1 plus N2 U2 plus N3 U3 ആണ്. സോ യു വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ്. ഓക്കെ, അതേപോലെ
ഇൻ വൈ ഡയറക്ഷൻ സ്ട്രെയിൻ, നോർമൽ സ്ട്രെയിൻ ഇൻ വൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡോ വി ബൈ ഡോ വൈ ആണ് അല്ലേ. സെയിം രീതിയിൽ നമ്മൾ n1v1 പ്ലസ് n2v2 പ്ലസ് n3v3 ഇതിൻ്റെ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ എഴുതും. സെയിം രീതിയിൽ നമുക്ക് ഷിയർ സ്ട്രെയിൻ ചെയ്യാം. ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ബൈ ഡോ എക്സ് വരും. ശ്രദ്ധിക്കുക, ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ബൈ ഡോ എക്സ് ആണ്. നോർമൽ സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ യു ബൈ ഡോ എക്സും, നോർമൽ സ്ട്രെയിൻ ഇൻ വൈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഡോ വി ബൈ ഡോ വൈയും ആണ്. ഷിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ബൈ ഡോ എക്സ് ആണ്. ഓക്കെ, അതും നമ്മൾ ഡയറക്റ്റ്ലി എഴുതും അല്ലേ. ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു യു വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യും, പ്ലസ് വി വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യും. സോ അറേഞ്ചിങ് ദിസ് ഇക്വേഷൻ ഇ എക്സ് ഇ വൈ ആൻഡ് ഗമ എക്സ് വൈ എന്ന് പറഞ്ഞ സാധനം മെട്രിക്സ് ഫോമിലോട്ട് നമുക്ക് മാറ്റുന്നതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മാറ്റാൻ പറ്റും. ശരിയല്ലേ? ഇ എക്സ് ഇ വൈ ഗാമ എക്സ് വൈ എന്ന് പറഞ്ഞ മെട്രിക്സ് ഈസ് ഈക്വൽ ടു ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച മെട്രിക്സ്, അതായത് ഈ രണ്ട് സംഭവങ്ങൾ ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ പറയുന്ന മെട്രിക്സുകളൊക്കെ കിട്ടും. ഓക്കെ, മെട്രിക്സ് എന്നല്ല, ഈ പറയുന്ന ഇക്വേഷൻസ് ഒക്കെ കിട്ടും. സോ ആ മെട്രിക്സ് ഫോമിലോട്ട് നമ്മൾ മാറ്റുന്നു. ഡോ n1 ബൈ ഡോ എക്സ് ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് വരും. സോ ഇൻ എലമെൻറ്റ് വൈസ് ഞാൻ വായിക്കാം. ഡോ n1 ബൈ ഡോ എക്സ് 0, ഡോ n2 ബൈ ഡോ എക്സ് 0, ഡോ n3 ബൈ ഡോ എക്സ് 0. രണ്ടാമത്തെ റോ ആണെങ്കിൽ 0, ഡോ n1 ബൈ ഡോ വൈ 0, ഡോ n2 ബൈ ഡോ വൈ 0, ഡോ n3 ബൈ ഡോ വൈ. അപ്പം ആദ്യത്തേത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് വണ്ണ് സ്ട്രെയിൻ എലോങ് എക്സ് ഡയറക്ഷൻ്റെ ആണ് അല്ലേ, സ്ട്രെയിൻ എലോങ് വൈ ഡയറക്ഷൻ്റെ ആണ്. അത് ഷിയർ സ്ട്രെയിൻ്റെ ആണ് ലാസ്റ്റ് റോ നമുക്ക് വരുന്നത്. ഡോ n1 ബൈ ഡോ വൈ, ഡോ n2 ബൈ ഡോ n1 ബൈ ഡോ വൈ, ഡോ n1 ബൈ ഡോ എക്സ്, ഡോ n2 ബൈ ഡോ വൈ, ഡോ n2 ബൈ ഡോ എക്സ്, ഡോ n3 ബൈ ഡോ വൈ, ഡോ n3 ബൈ ഡോ എക്സ്. അപ്പോൾ അതൊരു മെട്രിക്സ് ആക്കി എഴുതാൻ പറ്റും ഇൻറ്റു u1 v1 u2 v2 u3 v3 മെട്രിക്സ്. ഓക്കെ, സോ വി നോ ദാറ്റ് ഷേപ്പ് ഫംഗ്ഷൻ നമ്മൾ ഓൾറെഡി ഇക്വേഷൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. n1 n2 n3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓൾറെഡി ഇക്വേഷൻസ് അറിയാം. n1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, p1 പ്ലസ് q1x പ്ലസ് r1y ഡിവൈഡ് ബൈ 2a. n2 എന്ന് പറഞ്ഞാൽ p2 പ്ലസ് q2x പ്ലസ് r2y ഡിവൈഡ് ബൈ 2a. n3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ p3 പ്ലസ് q3x പ്ലസ് r3y ഡിവൈഡ് ബൈ 2a. ഈ p1ഉം q1ഉം r1ഉം അല്ലെ p2 q2 r2 p3 q3 r3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പെക്റ്റീവ് വാല്യൂസ് ആണെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ അല്ലേ? സോ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യണം അല്ലേ, അതായത് ഈ മെട്രിക്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യണം. സോ എന്താ ചെയ്യുക, ഡോ n1 ബൈ ഡോ എക്സ് ഫസ്റ്റ് ചെയ്യണം. n1 എന്ന് പറഞ്ഞ ആ സാധനം നമുക്കിത് അറിയാം. അപ്പം ഈ കാണുന്ന എല്ലാ പാർഷ്യൽ ഡിഫറൻഷിയേഷനും ചെയ്യണം. ഡോ n1 ബൈ ഡോ എക്സ് ചെയ്യണം, ഡോ n1 ബൈ ഡോ വൈ ചെയ്യണം, ഡോ n2 ബൈ ഡോ എക്സ് ചെയ്യണം, ഡോ n2 ബൈ ഡോ വൈ ചെയ്യണം, ഡോ n3 ബൈ ഡോ എക്സ് ചെയ്യണം, ഡോ n3 ബൈ ഡോ വൈ ചെയ്യണം, വിത്ത് റെസ്പെക്ട് ടു വൈയും ചെയ്യണം അല്ലേ. ഡോ n1 ബൈ ഡോ വൈ ചെയ്യണം, ഡോ n2 ബൈ ഡോ വൈ ചെയ്യണം, ഡോ n3 ബൈ ഡോ വൈ ചെയ്യണം. സിമിലർലി n1 ബൈ എക്സ്, n2 ബൈ എക്സ്, n3 ബൈ എക്സ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യണം. സോ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ എക്സാമ്പിൾ പറയുന്നതാണെങ്കിൽ ഇപ്പം q1 അല്ലേ, ഫസ്റ്റ് ഡോ n1 ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, ഡോ n1 ബൈ ഡോ എക്സ്. ഡോ n1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, p1 പ്ലസ് q1x പ്ലസ് r1y ഡിവൈഡ് ബൈ 2a. അതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റ് ചെയ്യുന്നതാണെങ്കിൽ, പാർഷ്യൽ ഡെറിവേഷൻ ചെയ്യുന്നതാണെങ്കിൽ എന്ത് വരും, q1 ബൈ 2a എന്ന് വരും. അതേപോലെ ഡോ n2 ബൈ ഡോ എക്സ് ചെയ്ത് കഴിഞ്ഞാൽ q2 ബൈ 2a വരും, ഡോ n3 ബൈ ഡോ എക്സ് ചെയ്താൽ q3 ബൈ 2a വരും. സിമിലർലി n1 ബൈ ഡോ വൈ ചെയ്ത് കഴിഞ്ഞാൽ r1 ബൈ 2a വരും, n2 ബൈ ഡോ വൈ ചെയ്ത് കഴിഞ്ഞാൽ r2 ബൈ 2a വരും, n3 ബൈ ഡോ വൈ ചെയ്ത് കഴിഞ്ഞാൽ r3 ബൈ 2a വരും. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ഇത്ര വരെ അല്ലേ. ഇനി നമ്മൾ ഈ ഇക്വേഷൻസ് ഒക്കെ ആ വലിയ മെട്രിക്സിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, നേരത്തെ ഡോ n1 ബൈ ഡോ എക്സ് എന്നെല്ലാം കാണുന്ന സ്ഥലത്ത് ഇപ്പോൾ q1 അല്ലേ, q2 എന്നെല്ലാം പറഞ്ഞ് q3 എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും. അതായത് 1/2a എടുത്ത് പുറത്തിട്ടിട്ടുണ്ട്. അതായത് 1/2a കോമൺ ആയി എടുത്തിട്ട് പുറത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഈ കാണുന്ന എബോവ് ഇക്വേഷൻ ഈസ് ഇൻ ദ ഫോം E ഈസ് ഈക്വൽ ടു BU അല്ലേ. ഈ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. സോ ഈ ഇക്വേഷനിലാണ് മേലെ പറയുന്ന ഇക്വേഷൻ
രണ്ടും ഒരേ ഫോമിലാണുള്ളത്. സോ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എഴുതാം, ഈ പറയുന്ന Q10 Q20 Q30 എന്ന് പറയുന്ന മെട്രിക്സ് അല്ലെ, 0R1 0R2 0R3 R1 Q1 R2 Q2 R2 Q3 എന്ന് പറഞ്ഞ സാധനം സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് അതാണെന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. അപ്പം അതിൻ്റെ വാല്യൂസാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്. സോ റിയൽ വാല്യൂസ് നമ്മൾ Q1 Q2 Q3 എന്ന് വിളിച്ചത് ഒന്ന് മെട്രിക്സ് ഒന്ന് ചുരുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. സോ ദ റിയൽ മെട്രിക്സ് റിയൽ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് വിൽ ബി ലൈക്ക് ദിസ്. ഇതാണ് നമ്മൾ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. സെയിം വേയിൽ നമ്മൾ എന്ത് ചെയ്യും, സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് മെട്രിക്സും കൂടി ചെയ്യും. ഓക്കെ, let's consider a three-dimensional body which is subjected to stress sigma x, sigma y and sigma z independently. ഇതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ, എക്സ് വൈ സെഡ് ഡയറക്ഷനിലോട്ട് ഉള്ള എല്ലാ സ്ട്രെസ്സസും ഞാൻ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അക്കോർഡിംഗ് ടു ഹുക്സ് ലോ എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്ന് എഴുതാൻ പറ്റും അല്ലേ. സ്ട്രെസ് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഇ അല്ലേ, where E is the Young's modulus and small e is the strain. Okay, ഇനി നമുക്ക് സ്ട്രെയിൻ എലോങ് എക്സ് ഡയറക്ഷൻ, സ്ട്രെയിൻ എലോങ് വൈ ഡയറക്ഷൻ, സ്ട്രെയിൻ എലോങ് സെഡ് ഡയറക്ഷൻ നോക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിൻ എലോങ് എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, E is equal to sigma x by Young's modulus അല്ലേ. അതേപോലെ വൈയും സെഡും ഒക്കെ എഴുതാൻ പറ്റും. പക്ഷേ സ്ട്രെയിൻ എലോങ് എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുന്നതിൻ്റെ കാരണം എന്താ, സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻ എക്സ് ഡയറക്ഷൻ ബൈ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ് ഡയറക്ഷനിൽ ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ് സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ ഉണ്ടാവും അല്ലേ. സിമിലർലി നമ്മൾ എക്സ് ഡയറക്ഷനിൽ വലിക്കുന്നതെന്ന് വിചാരിക്കുക, ഒരു സ്ട്രെസ് ഉണ്ടെന്ന് വിചാരിക്കുക, പിന്നെ അങ്ങനെ ഒരു സ്ട്രെസ് ഉണ്ടാകുമ്പം ഒരു പോസിറ്റീവ് സ്ട്രെസ് ഇൻ വൈ ഡയറക്ഷൻ പ്രൊഡ്യൂസ് എ നെഗറ്റീവ് സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷൻ, ശരിയല്ലേ. അത് ഒരു പോയ്സോൺ എഫക്റ്റ് എന്നുള്ള രീതിയിലാണ് ആസ് എ റിസൾട്ട് ഓഫ് എ പോയ്സോൺ എഫക്റ്റ് അല്ലേ. നമ്മൾ ഒരു ചെറിയ ചേഞ്ച് ഇൻ എക്സ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു ചേഞ്ച് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എക്സ് ഡയറക്ഷനിൽ ഒരു ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ, സിമിലർലി ദർ വിൽ ബി എ സ്മോൾ ചേഞ്ച് ഇൻ വൈ ഡയറക്ഷൻ വിച്ച് മേ ബി റെപ്രസെൻ്റ് ആസ് നെഗറ്റീവ് കംപ്രസീവ് ആയിട്ടുള്ള ഒരു ചെറിയ ചേഞ്ച് ഉണ്ടെന്ന് പറയാം. ആ ചേഞ്ചിനെയാണ് നമ്മൾ ഈ വൈ ഡബിൾ ഡാഷ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്നത്. ഇസ് ഈക്വൽ ടു അതും സ്ട്രെയിൻ എലോങ് എക്സ് ഡയറക്ഷൻ തന്നെയാണ് അല്ലേ. ഓക്കെ, സിമിലർലി ഇൻ വൈ ഡയറക്ഷനിൽ നമ്മൾ എഴുതാൻ പറ്റും. സോ നെഗറ്റീവ് കാണുന്നത് നമ്മളത് കംപ്രസീവ് എന്നുള്ള രീതിയിൽ എഴുതുന്നത് കൊണ്ടാണ്. ഓക്കെ, സോ ഈ വൈ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതുകയാണെങ്കിൽ സിഗ്മ വൈ ഡിവൈഡഡ് ബൈ യങ്സ് മോഡുലസ് ഇൻറ്റു മ്യൂ എന്ന് എഴുതാൻ പറ്റും. മ്യൂ ആണ് നമ്മുടെ പോയ്സോൺ അല്ലേ, പോയ്സോൺ റേഷ്യോ എന്ന് പറയുന്നതാണ് മ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ബൈ അപ്ലൈയിങ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ടോട്ടൽ സ്ട്രെയിൻ എലോൺ എക്സ് ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും ഇ എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഡിവൈഡ് ബൈ ഇ മൈനസ് മ്യൂ സിഗ്മ വൈ ഡിവൈഡ് ബൈ ഇ മൈനസ് മ്യൂ സിഗ്മ സെഡ് ഡിവൈഡ് ബൈ ഇ. 8 എന്ന് പറഞ്ഞ ഇക്വേഷൻ ആയിട്ട് ഞാനത് മെൻഷൻ ചെയ്ത ഇക്വേഷനാണ് ഞാനിപ്പോൾ വായിച്ചത്. സോ സിമിലർലി ഇത് ഈ എഴുതിയതുപോലെ ഇക്വേഷൻ നമ്പർ 8 എഴുതിയതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രെയിൻ എലോങ് വൈ ഡയറക്ഷൻ എഴുതാൻ പറ്റും, സ്ട്രെയിൻ എലോങ് സെഡ് ഡയറക്ഷൻ എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ സ്ട്രെയിൻ എലോങ് വൈ ഡയറക്ഷനിൽ ചെയ്യുമ്പം നമുക്ക് സിഗ്മ വൈ ബൈ ഇ കിട്ടും, ബാക്കി രണ്ട് എലോങ് എക്സും എലോങ് സെഡും നമുക്ക് നെഗറ്റീവ് കിട്ടും. ഇൻ സെഡ് ഡയറക്ഷൻ സെഡ് പോസിറ്റീവ് ആയിരിക്കും, ബാക്കി രണ്ടും നെഗറ്റീവ് അല്ലേ. സ്ട്രെയിൻ, അപ്പം ടോട്ടൽ സ്ട്രെയിൻ നമുക്ക് ഇ വൈ എന്ന് പറഞ്ഞ സാധനം, അതായത് ഇ വൈ എന്ന് പറഞ്ഞ സ്ട്രെയിൻ അലോങ് വൈ ഡയറക്ഷൻ എന്ന് പറയുന്നത് 9th ഇക്വേഷനായിട്ടും സ്ട്രെയിൻ അലോങ് സെഡ് ഡയറക്ഷൻ 10th ഇക്വേഷനായിട്ടും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് അഗെയിൻ ഇൻ മെട്രിക്സ് ഫോം. ഈ മെട്രിക്സ് ഫോമിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും അല്ലേ. ഇ എക്സ് ഇ വൈ ഇ സെഡ് ഈസ് ഈക്വൽ ടു 1/e കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മെട്രിക്സ് 1 മൈനസ് മ്യൂ മൈനസ് മ്യൂ മൈനസ് മ്യൂ 1 മ്യൂ മൈനസ് മ്യൂ മൈനസ് മ്യൂ 1 എന്ന് പറഞ്ഞൊരു മെട്രിക്സും കൂട്ടത്തിൽ ഒരു കോളം മെട്രിക്സ്, സിംഗിൾ കോളം മെട്രിക്സ് അല്ലേ, സിഗ്മ എക്സ് സിഗ്മ വൈ സിഗ്മ സെഡ് എന്ന് പറഞ്ഞ ഒരു മെട്രിക്സുമായിട്ട് നമുക്ക് മെട്രിക്സ് ഫോമിലോട്ട് മാറ്റാൻ പറ്റും.
ഇനി സോൾവിങ് ദീസ് 8, 9, 10 ഇക്വേഷൻസ്, ഈ 3 ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിഗ്മ എക്സും സിഗ്മ വൈയും സിഗ്മ സെറ്റ്, അതായത് സ്ട്രെസ് ഇൻ എക്സ് ഡയറക്ഷൻ, വൈ ഡയറക്ഷൻ ആൻഡ് സെറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ ഇക്വേഷൻസ് ഇങ്ങനെ ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്കിങ്ങനെ കിട്ടും. ഈസി. സിഗ്മ എക്സ് മാത്രം വായിക്കാം. സിഗ്മ എക്സ് ഇസ് ഈക്വൽ ടു ഇ ബൈ 1 പ്ലസ് മ്യൂ ഇൻറ്റു 1 മൈനസ് 2 മ്യൂ ഹോൾ ഇൻറ്റു അല്ലേ ഇൻറ്റു ഇ എക്സ് ഇൻറ്റു 1 മൈനസ് മ്യൂ പ്ലസ് മ്യൂ ഇൻറ്റു ഇ വൈ പ്ലസ് മ്യൂ ഇൻറ്റു ഇ സെറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഒരു മിനിറ്റ്. സോ ഇ എക്സ്, സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ സെറ്റ് അല്ലേ, 3 ഇക്വേഷൻസ് നമുക്ക് കിട്ടും. അതായത് 3 അൺനോൺസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് അർത്ഥം. അതിനെ നമുക്ക് മെട്രിക്സ് ഫോമിൽ എഴുതുകയാണെങ്കിൽ എന്താണ്, ഈ 1 ബൈ മ്യൂ പ്ലസ് 1 ബൈ മ്യൂ ഇൻറ്റു 1 മൈനസ് 2 മ്യൂ എന്ന് പറഞ്ഞ സാധനം കോമൺ ആയിട്ടും ബാക്കിയുള്ളത് മെട്രിക്സ് ഫോമിൽ നേരത്തെ എഴുതിയ മെട്രിക്സ് ഫോമിലോട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, അങ്ങനെ മാറ്റിയ മെട്രിക്സ് ഫോം ഞാൻ 11 എന്നുള്ള രീതിയിൽ ഇക്വേഷനായിട്ട് 11th ഇക്വേഷൻ എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദ ഷിയർ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ഈസ് ഗിവൺ ബൈ, നിങ്ങൾക്കറിയാം ഓൾറെഡി ഷിയർ സ്ട്രെസ്സും ഷിയർ സ്ട്രെയിൻ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ സാധനം ടോ ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ഗാമ, വേർ ടോ ഈസ് ദ ഷിയർ സ്ട്രെസ്, ഗാമ ഇസ് ദ ഷിയർ സ്ട്രെയിൻ ആൻഡ് ജി ഈസ് ദ മോഡുലസ് ഓഫ് റിജിഡിറ്റി അല്ലേ. ദ എക്സ്പ്രഷൻ ഫോർ 3 ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് ഷിയർ സ്ട്രെസ്സസ്, അതായത് ടോ എക്സ് വൈ, വൈ സെഡ് ആൻഡ് സെഡ് എക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റും. സോ വേർ ജി ഈസ് ഈക്വൽ ടു ഇ ബൈ 2 ഇൻറ്റു 1 പ്ലസ് മ്യൂ. അപ്പം ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ടോ എക്സ് വൈ എന്ന് പറഞ്ഞാൽ ജിക്ക് നമ്മൾ ആ ഇക്വേഷൻ ഇട്ട് കൊടുത്തു, ഇ ബൈ 2 ഇൻറ്റു 1 പ്ലസ് മ്യൂ ഇൻറ്റു ഗാമ എക്സ് വൈ. ഇനി ഈ ഇ ബൈ 2 ഇൻറ്റു 1 പ്ലസ് മ്യൂ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഈ ഫോമിലോട്ട് ഇ ബൈ 1 പ്ലസ് മ്യൂ ഇൻറ്റു 1 മൈനസ് 2 മ്യൂ എന്നുള്ള ഫോമിലോട്ട് എത്തിക്കേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, 1 മൈനസ് 2 മ്യൂവിനെ കൊണ്ട് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യും. ഓക്കെ, അങ്ങനെ ചെയ്ത് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 12 ഇക്വേഷൻ നമ്പർ 12 എഴുതിയതുപോലെ എഴുതാൻ പറ്റും. സിമിലർലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോ വൈ സെഡിനും എഴുതാൻ പറ്റും, ടോ സെഡ് എക്സിനും എഴുതാൻ പറ്റും. ശ്രദ്ധിക്കുക, 1 മൈനസ് 2 മ്യൂ എന്ന് പറഞ്ഞ വാല്യൂവിനെ കൊണ്ട് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ചെയ്യുന്നതാണ്. അത് ഈ ഫോമിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ 11th ഈ ഇ ബൈ 1 പ്ലസ് മ്യൂ ഇൻറ്റു 1 മൈനസ് 2 മ്യൂ എന്ന് പറഞ്ഞതല്ലേ, ആ ഒരു പർട്ടിക്കുലർ എലമെൻ്റ് ഇല്ലേ, ആ എലമെൻറ്റിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത്. സോ നിങ്ങൾക്ക് കാണാം 12, 13, 14 ഇക്വേഷൻസ് നമുക്ക് ഇക്വേഷൻ നമ്പർ 12, ഇക്വേഷൻ നമ്പർ 13 ആൻഡ് ഇക്വേഷൻ നമ്പർ 14 നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ടോ എക്സ്, ടോ വൈ, ടോ എക്സ് വൈ, ടോ വൈ സെഡ് ആൻഡ് ടോ സെഡ് എക്സ് റെസ്പെക്റ്റീവ്ലി. So assembling these 11, 12, 13 and 14 equations in matrix form, we can write like this. Okay, സാധാരണ നമ്മളൊരു മെട്രിക്സ് ഫോമിലോട്ട് എഴുതുന്ന പോലെ തന്നെ എഴുതുക. ഈ മെട്രിക്സ് ഫോം എന്ന് പറഞ്ഞ സാധനം സെയിം ഫോമിലുണ്ടാവുക, അതായത് സിഗ്മ ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു ഇ, വേർ ഡി ഈസ് ദ റിലേഷൻഷിപ്പ് അല്ലേ. ഡി എന്ന് പറഞ്ഞ സാധനമാണ് നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെട്രിക്സ് ആണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. സോ ദിസ് ഈസ് ഹൗ വി വിൽ ഗെറ്റ് സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് മെട്രിക്സ്, വേർ ഇ ഈസ് ദ യങ്സ് മോഡുലസ് ആൻഡ് മ്യൂ ഈസ് ദ പോയ്സോൺ റേഷ്യോ. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ എന്ത് കിട്ടി, സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് കിട്ടി, സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് കിട്ടി അല്ലേ. ഇനി നമ്മൾ സാധാരണ സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ആ ഇക്വേഷനിലോട്ട് നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിടും. സോ ദാറ്റ് വി വിൽ ഡിറൈവ് എ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഫോർ CST എലമെൻറ്റ്. സോ സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ഈസ് ഈക്വൽ ടു ബി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ് അല്ലെ. സ്ട്രെയിൻ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ഇൻറ്റു ഡി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെസ് സ്ട്രെയിൻ മെട്രിക്സ് ഇൻറ്റു ബി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് അല്ലേ, ഇൻറ്റു വി എന്ന് പറഞ്ഞ സാധനം വോളിയത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ ഇൻറ്റു ടി, ഏരിയ ഇൻറ്റു തിക്നെസ് എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. സോ വി ഓൾറെഡി നോ ഓൾ ദീസ് മെട്രിക്സസ് അല്ലേ. കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്ന് പറയാം ഇസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് നമുക്ക് ചെയ്യാൻ പറ്റും, കാരണം ബി മെട്രിക്സ് നമുക്കറിയാം, സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് അറിയാം. ഡി മെട്രിക്സ് നമ്മളിപ്പം കണ്ടുപിടിച്ചിട്ടുണ്ട്. എ ടി, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറഞ്ഞ സാധനം നമുക്കറിയാം അല്ലേ.
ഏരിയ ഓഫ് ദ ട്രയാങ്കുലർ എലമെൻ്റ് അറിയാം, തിക്നെസ് അറിയാം, തിക്നെസ് നമുക്ക് ഉണ്ടാവും, സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് അറിയാം, സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് മെട്രിക്സ് അറിയാം. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റിഫ്നെസ് മെട്രിക്സ് എഴുതാൻ പറ്റും. ഇനി ഫോർ എ പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലം, അതായത് ഈ ഡി എന്ന് പറഞ്ഞ സാധനം, ഡി സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ഒരു പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലത്തിനാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ E/1 - μ² ഇൻറ്റു ദാറ്റ് മെട്രിക്സ് 1 μ0 μ10 0 0 1 - μ/2 എന്ന് പറഞ്ഞ ഇക്വേഷനാണ്. ഒരു പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലത്തിനാണെങ്കിൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് E/1 + μ ഇൻറ്റു 1 - 2μ ഇൻറ്റു ദ മെട്രിക്സ്. ഓക്കെ, ഇതാണ് ഇക്വേഷൻ, ഇതൊക്കെയാണ് ഇക്വേഷൻസ്. ഓക്കെ, സോ ഫോർ സോൾവിങ് ദ CST എലമെൻറ്റ്, ദ ഫോർമുല ഫോർ നോർമൽ സ്ട്രെസ്, മാക്സിമം നോർമൽ സ്ട്രെസ്സും മിനിമം നോർമൽ സ്ട്രെസ്സിനെയും ഒരു പ്രിൻസിപ്പൽ ആംഗിളിൻ്റെയും കൂടി ഇക്വേഷൻസ് ഉണ്ട്. ഇത്ര ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ മാക്സിമം നോർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സിഗ്മ മാക്സ് ഈസ് ഈക്വൽ ടു sigma x plus sigma y/2 plus root of sigma x minus sigma y/2 the whole square plus tau xy square. അതേപോലെ മിനിമം നോർമൽ സ്ട്രെസ്സിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, പ്രിൻസിപ്പൽ ആംഗിളിന് ഒരു ഇക്വേഷൻ ഉണ്ട്. പ്രിൻസിപ്പൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ tan 2θ p is equal to 2 tau xy divided by sigma x minus sigma y. ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ അറിയണം. സോ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? എന്താണ് 2 ഡയമെൻഷണൽ എലമെൻറ്റ് എന്ന് പഠിച്ചു. 2 ഡയമെൻഷണൽ എലമെൻറ്റിൽ എങ്ങനെയാണ് സ്റ്റിഫ്നെസ് മെട്രിക്സ് എലമെൻറ്റ് ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് പഠിച്ചത്. സോ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഡിറൈവ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഷേപ്പ് ഫംഗ്ഷൻ അറിയണം. ഷേപ്പ് ഫംഗ്ഷൻ്റെ ഡെറിവേഷൻ പഠിച്ചു, ഷേപ്പ് ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് ബി മെട്രിക്സ് കണ്ടുപിടിച്ചു. അതിനുശേഷം ഡി എന്ന് പറഞ്ഞ മെട്രിക്സ്, അതായത് സ്ട്രെസ് സ്ട്രെയിൻ മെട്രിക്സ് റിലേഷൻഷിപ്പ് മെട്രിക്സ് ഫോർ CST എലമെൻറ്റ് കണ്ടുപിടിച്ചു. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു? സ്റ്റിഫ്നെസ് മെട്രിക്സ് കെ എന്ന് പറഞ്ഞ മെട്രിക്സിലോട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് സ്റ്റിഫ്നെസ് മെട്രിക്സും എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഒരു 2 പ്രോബ്ലം നോക്കാം, ജസ്റ്റ് 2 പ്രോബ്ലംസ്. ഫോർ എ കോൺസ്റ്റൻറ്റ് സ്ട്രെയിൻ ട്രയാങ്കുലർ എലമെൻറ്റ് അസംബിൾ ദ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതായത് കോർഡിനേറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം, ഒരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ. IJK എന്ന് പറഞ്ഞിട്ട് 3 നോഡ്സ് ഉണ്ട്. ആ നോഡ്സിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. സോ x1 x2 x3 y1 y2 y3 നമുക്ക് തന്നിട്ടുണ്ട്. യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. ആൻഡ് തിക്നെസ് T is equal to 20 എന്നും തന്നിട്ടുണ്ട്. അസംബിൾ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ്, അതായത് ബി മെട്രിക്സ് ആണ് നമ്മൾ അസംബിൾ ചെയ്യേണ്ടത്. നമുക്ക് ഡയറക്റ്റ് അറിയാം ബി മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2a ഇൻറ്റു ദ മെട്രിക്സ് ഓഫ് അല്ലേ y2 - y3, അതായത് നമ്മൾ P1 എന്ന് പറഞ്ഞ് വിളിച്ചത് 0, y3 - y1 അതായത് P2 എന്ന് പറഞ്ഞ് വിളിച്ചത്, അപ്പം 0 y1 - y2 P3 എന്ന് വിളിച്ചത്. സോ സിമിലർലി ആ മെട്രിക്സ് മൊത്തം നമുക്ക് അറിയാം. ഏരിയ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഏരിയ is equal to half into x1 y2 minus x2 y1 plus x2 y3 minus x3 y2 plus x3 y1 minus x1 y3. അപ്പോൾ ഇതിൽ നമുക്ക് x1 y1 x2 y2 x3 y3 നമുക്ക് അറിയാം. അപ്പോൾ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടും. ഈ ഏരിയ 1/2a എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. സോ വി വിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് വി വിൽ ഫോർമുലേറ്റ് ദ സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ്. ജസ്റ്റ് ഫോർമുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. സോ വിൽ ഫോർമുലേറ്റ് ദിസ്. ഇങ്ങനെ സിമ്പിൾ പ്രോബ്ലംസ് വരാം. ഇനി ഒരു വലിയ പ്രോബ്ലം നോക്കാം. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദ പ്രോബ്ലം. ഫോർ ദ പ്ലെയിൻ സ്ട്രെസ് എലമെൻറ്റ് ഹൂസ് കോർഡിനേറ്റ്സ് ആർ ഗിവൺ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. 3 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. 3 നോഡാണുള്ളത്, 3 കോർഡിനേറ്റ്സ് ഉണ്ട് അല്ലേ. ദ നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതായത് u1 v1 u2 v2 u3 v3 നമുക്ക് തന്നിട്ടുണ്ട്. ഡിറ്റർമിൻ എലമെൻ്റൽ സ്ട്രെസ്. എലമെൻ്റൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. ഓക്കെ, എസ്യൂം യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്, അതേപോലെ പോയ്സോൺ റേഷ്യോ തന്നിട്ടുണ്ട്, തിക്നെസ് തന്നിട്ടുണ്ട്. അപ്പോൾ തന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കുന്നു, ഗിവൺ ഡാറ്റ എഴുതി വെക്കുന്നു അല്ലേ. എലമെൻ്റൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കണ്ടുപിടിക്കണം? നോർമൽ സ്ട്രെസ് കണ്ടുപിടിക്കണം, അതായത് സിഗ്മ എക്സ് സിഗ്മ വൈ 2xy കണ്ടുപിടിക്കണം. എന്നിട്ട് നമുക്ക് മാക്സിമം നോർമൽ സ്ട്രെസ്, മിനിമം നോർമൽ സ്ട്രെസ്, പ്രിൻസിപ്പൽ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇക്വേഷൻസ് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ആദ്യം നമുക്ക് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം എല്ലാം x1 y1 x2 y2 x3 y3 തന്നിട്ടുണ്ട്. ഡയറക്റ്റ് നമുക്ക് ഏരിയ കണ്ടു. ഓക്കെ, ഏരിയ നമുക്ക് എത്ര കിട്ടി? 45,000 കിട്ടി, mm² കിട്ടി.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് ഉണ്ട്. സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സിൻ്റെ ഇക്വേഷൻ അറിയാം. ഡയറക്റ്റ് നമുക്ക് ഈ y2 y3 y1 y3 y1 y1 y2 ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് മെട്രിക്സ് ഫോർമുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ബി മെട്രിക്സ് നമുക്ക് ഫോർമുലേറ്റ് ചെയ്തെടുത്തു. അതേപോലെ എന്ത് ചെയ്തു, സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് മെട്രിക്സും ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും ഇല്ലേ. എന്തിൻ്റെ പ്രോബ്ലമാണിത്? ഫോർ പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ ഒന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ പ്രോബ്ലത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫോർ ദ പ്ലെയിൻ സ്ട്രെസ് എലമെൻറ്റ് അല്ലേ. അപ്പം പ്ലെയിൻ സ്ട്രെസ് അനാലിസിസ് ആണ് ചെയ്യുന്നത്. അപ്പം പ്ലെയിൻ സ്ട്രെസ് അനാലിസിസിൽ ഡീൻ്റെ ഇക്വേഷൻ ഇതാണ്. ഇനി പ്ലെയിൻ സ്ട്രെയിൻ അനാലിസിസ് ആണെങ്കിൽ ഡീൻ്റെ ഇക്വേഷൻ മാറും, അത് ഓർമ്മ വേണം. അപ്പം ഡീൻ്റെ ഇക്വേഷൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് മെട്രിക്സ് ഡി എന്ന് പറഞ്ഞ മെട്രിക്സും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റും അല്ലേ. സിഗ്മ ഇസ് ഈക്വൽ ടു ഡി ബി യു എന്ന് പറഞ്ഞ ഇക്വേഷനിലോട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പം ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യണം, മെട്രിക്സ് തമ്മിൽ എൻഡ് ചെയ്യേണ്ടി വരും, മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. സോ ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഒന്ന് 3/3 3x6 മെട്രിക്സ് ആണ്, ഒന്ന് 6x1 മെട്രിക്സ് ആണ് അല്ലേ. സോ വി വിൽ ഗെറ്റ് എ 3x1 മെട്രിക്സ്. ഓക്കെ, അപ്പോൾ 3x1 മെട്രിക്സ് ആ കിട്ടുക. 3x1 മെട്രിക്സ് നമുക്ക് ഡയറക്റ്റ്ലി കിട്ടുന്നത് എന്തായിരിക്കും, സിഗ്മ എക്സ് സിഗ്മ വൈ ആൻഡ് 2xy ആയിരിക്കും. സോ സിഗ്മ എക്സ് സിഗ്മ വൈ ആൻഡ് സിഗ്മ എക്സ് കിട്ടും അല്ലേ. നമുക്ക് നോർമൽ സ്ട്രെസ് ഇൻ എക്സ് ഡയറക്ഷൻ, നോർമൽ സ്ട്രെസ് ഇൻ വൈ ഡയറക്ഷൻ ആൻഡ് ഷിയർ സ്ട്രെസ് ഇൻ നമുക്ക് കിട്ടും. ഈ മൂന്ന് നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് കിട്ടി. ഇനി നമ്മൾ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുക, മാക്സിമം നോർമൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് സിഗ്മ എക്സും സിഗ്മ വൈയും ടോ എക്സ് വൈയും നമുക്കറിയാം. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നോർമൽ സ്ട്രെസ് കിട്ടും. സെയിം വേ മിനിമം നോർമൽ സ്ട്രെസ് കിട്ടി കഴിഞ്ഞാൽ സിഗ്മ മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ 2 മൈനസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ 2 ദ ഹോൾ സ്ക്വയർ പ്ലസ് ടോ എക്സ് വൈ സ്ക്വയർ ആണ്. സോ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സിഗ്മ മിനിമവും കിട്ടും. ഓക്കെ, മിനിമം നോർമൽ സ്ട്രെസ്സും കിട്ടും, മാക്സിമം നോർമൽ സ്ട്രെസ്സും കിട്ടും. സിമിലർലി വി ക്യാൻ ഫൈൻഡ് പ്രിൻസിപ്പൽ ആംഗിൾ ത്രൂ ദ ഇക്വേഷൻ tan 2 theta p is equal to 2 tau xy by sigma x minus sigma y. സിഗ്മ എക്സും സിഗ്മ വൈയും നമുക്ക് അറിയാം ഓൾറെഡി. സോ പ്രിൻസിപ്പൽ ആംഗിൾ കിട്ടും. ഈ രീതിയിലാണ് നമുക്ക് പ്രോബ്ലംസ് വരിക. എനിവേ ഇനിയിപ്പോൾ ഒരു സ്റ്റിഫ്നെസ് മെട്രിക്സിൻ്റെ പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതായത് പിന്നെ ആദ്യം ഏരിയ അങ്ങനെ ഉണ്ടാവും, ഏരിയ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് സ്ട്രെയിൻ ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് ചെയ്യേണ്ടി വരും, സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് ചെയ്യേണ്ടി വരും. എന്നിട്ട് ഏതാണോ ഫോർമുല ചോദിച്ചത് ആ ഫോർമുലയ്ക്ക് നമുക്ക് ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇക്വേഷൻസ് കണ്ടുപിടിക്കണം. അതായത് ചോദിച്ച കാര്യങ്ങൾ കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ, അതായത് ഈ ഒരു പാർട്ടിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് CST എലമെൻറ്റിൻ്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്നുള്ള രീതിയിലുള്ള സ്റ്റിഫ്നെസ് മെട്രിക്സ് വരെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇപ്പോൾ ഇത്ര പറഞ്ഞത്. അതിന് റിലേറ്റഡ് പ്രോബ്ലംസുമാണ് നമ്മളിപ്പം പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഈ മോഡ്യൂൾ എടുക്കാനുള്ളത് ഒരു ടോപ്പിക്കാണ് ഐസോപാരാമെട്രിക് ഫോർമുലേഷൻ എന്ന് പറഞ്ഞ സാധനം, പിന്നെ ഗോസ് ക്വാഡ്രൻറ്റ് എന്ന് പറഞ്ഞ സംഭവം. ഇനി അടുത്ത സെക്ഷനിൽ നമ്മൾ അതിനെ പറ്റിയിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യാം. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എ CST element, how to formulate CST element formulation of interpolation function, strain displacement matrix, stress strain relationship, and at last stiffness matrix. Okay, thank you.